വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RCCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്? ഇതിലേതാണ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൾഡ് ഡ്രോൺ വയേഴ്സ്, തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാർസ്, പ്ലെയിൻ ഹോട്ട് റോൾഡ് വയേഴ്സ്, മൈൽഡ് സ്റ്റീൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന നാലിലും ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൾഡ് ഡ്രോൺ വയേഴ്സിനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ എ RC beam, shear reinforcement should be always in the form of bender bars with stirrup, vertical stirrup, inclined stirrup, any of the above. ഇതിൽ വരുന്നത് നമുക്കറിയാം, ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന RC ബീമിൻ്റെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഓൾവേസ് ഇൻ ദ ഫോം ഓഫ്, ഏത് ഫോമിലായിരിക്കണമെന്നാണ് ഈ പറയുന്ന 3 ഫോമിലും ഉണ്ട്. ഓക്കെ, സ്റ്റിറപ്സിൻ്റെ നമ്മൾ ആ കോഡ് ബുക്കിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. ഈ 3 ഫോമിലും പറയുന്നുണ്ട്. ബെൻഡഡ് ബാർ വിത്ത് സ്റ്റിറപ്സ് ഉണ്ട്, വെർട്ടിക്കൽ സ്റ്റിറപ്സ്, ഇൻക്ലൈൻഡ് സ്റ്റിറപ്സ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എനി വൺ ഓഫ് ദി എബോവ്. തേർഡ് ക്വസ്റ്റ്യൻ, which one of the following is not the diameter of the market form of reinforcing bars? മാർക്കറ്റ് ഫോമിൽ ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട്, ശ്രദ്ധിക്കുക, നോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ 30 mm. അപ്പം നോർമലി ഉള്ള സൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. 8 mm, 10 mm, 12, 60, 20, 25, 30, 240 ഇങ്ങനെയാണ് എന്ത് പറയുന്നത് ഈ നമ്മുടെ ഡയമീറ്റേഴ്സ്, റീൻഫോഴ്സിൻ്റെ ഡയമീറ്റേഴ്സ് പറയുന്നത്. മുന്നേക്ക് നമ്മൾ 6 mm ഒക്കെ ഉണ്ടായിരുന്നു. 6 mm ഒക്കെ സ്റ്റിറപ്സിനൊക്കെ നമ്മൾ ആദ്യകാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രെങ്തിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടൊക്കെ നമ്മളിപ്പോൾ 8 mm മുതലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അറിയാലോ 10 mm ഒക്കെ നമ്മൾ 8 to 10 ഒക്കെ യൂസ് ചെയ്യുന്നത് സ്ലാബിലാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. 12 mm യൂസ് ചെയ്യുന്നത് കോളത്തിനാണ്. അതുപോലെ തന്നെ ഒരു 60 to 25 mm ഒക്കെ ബീമിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, M75 concrete is regarded as ordinary concrete, ultra high strength concrete, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ആൻസർ വരുന്നത് ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ്. ഇത് RCCയുടെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഗ്രേഡ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഓർഡിനറി, സ്റ്റാൻഡേർഡ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്. ഓക്കെ, അപ്പം അത് 3 പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇഫ് Fe415 സ്റ്റീൽ ബാർസ് are used as tensile reinforcement, minimum percentage of steel is to be used. These ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, പ്രോബ്ലം ആണ്. Fe415 സ്റ്റീൽ ബാർസ് ആണ് തന്നിരിക്കുന്നത്. യൂസ്ഡ് as ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതിൻ്റെ മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കിക്കേ. 0.2 ഉണ്ട്, 0.25, 0.205, 0.30. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ് ആൻസർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതുപോലെ നമുക്ക് എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? FY മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ അപ്പോൾ FY മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 0.85/FY ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടും. അപ്പോൾ 0.85/FY എന്ന് പറയുന്നത് 415 ആണ്. സോ ആൻസർ 0.02048 എന്ന് വരും. അപ്പോൾ എത്രയെന്ന് എഴുതാം? 0.0205 ആയിട്ട് നമുക്ക് എഴുതാം. ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിക്കേ. യെസ്, ഓപ്ഷനിൽ ഉണ്ട്. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ C ആണ് ആൻസർ വരുന്നത്. 0.205. അത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ക്വസ്റ്റ്യൻ വേറെ ഒന്നും തന്നിട്ടില്ല, FY മാത്രമേ തന്നിട്ടുള്ളൂ. സോ FY മാത്രം തന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തത്. ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല നമുക്കുള്ളത്. പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? മിനിമം പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിന് ആദ്യത്തെ ഇക്വേഷൻ 100 ആണ്. അതുപോലെ തന്നെ പിന്നെ ഒന്നുള്ളത് AST/BD എന്ന് പറയുന്നത് =0.85 എന്നാണ് വരുന്നത്. ഇതിൽ ഈ രണ്ട് PTയുടെ ഈ 2 ഇക്വേഷൻസും കൂടെ നമ്മൾ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും എന്തിലോട്ട് വന്നു? 0.85/FY. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ B തന്നിട്ടില്ല, D തന്നിട്ടില്ല, AST തന്നിട്ടില്ല. ആകെ എന്ത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ? FY മാത്രമേ തന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഇക്വേഷനും പഠിക്കണം. ആ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട് അത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ
ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. M45 കോൺക്രീറ്റ് ഈസ് റിഗാർഡഡ് ആസ്. M45 കോൺക്രീറ്റ് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, അൾട്രാ ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഓർഡിനറി കോൺക്രീറ്റ്. അപ്പോൾ ഇതും M75ൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം തന്നെയാണ്. ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേ സെയിം തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. പക്ഷേ 75 അല്ല 45 ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചാൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ഒറ്റ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് അല്ല, എങ്കിലും അത് റിലേറ്റ് ചെയ്ത് മിക്കവാറും ചോദിക്കാറുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? M45 ആണ്. സോ M45 വരുന്നത് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റിലാണ്. ഓക്കെ, കാരണം M25 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്. ഒരു M55 M60 റേഞ്ചിലായിരിക്കും സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്. സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്. അടുത്തത് 7th question. Characteristic load means. Option A, mean load plus 5% of standard deviation, mean load plus 10% of standard deviation, maximum load, mean load. നമുക്കറിയാം എന്താണ് മീൻ ലോഡ് പ്ലസ് 5% ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് പറയുന്നത്. നമ്മളെപ്പോഴും ക്യാരക്ടറിസ്റ്റിക് ലോഡ് പറയുമ്പോൾ ആ 5% എടുത്ത് പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? മീൻ ലോഡ് പ്ലസ് 5% ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 8th question. The maximum area of tensile reinforcement to be used in a beam is to be restricted to. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്താണ് ചോദിച്ചിരിക്കുന്നത്? മാക്സിമം ഏരിയ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻ്റ് ആണ്. തൊട്ട് മുന്നേ നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത് എന്തായിരുന്നു? ഈ 5ാമത്തെ പ്രോബ്ലം ചെയ്തിരുന്നത്, ഈ 5th പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റീൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, മാക്സിമം ഏരിയ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് എത്ര? ഓപ്ഷൻ എ 0.004 ഇൻറ്റു എഫക്റ്റീവ് ഏരിയ ഓഫ് ദി സെക്ഷൻ, 0.04 into gross area of the section, 0.0057 into gross area of the section, 0.057 effective area of the section. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മാക്സിമം വരുന്നത് 0.04 into gross area of the section. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞു? നേരത്തെ പറഞ്ഞത് ഇത് ഇത്രയും എന്ന് പറയുന്നത് മിനിമം പെർസെൻറ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് മിനിമം പെർസെൻറ്റേജ് ആണ്. ഇതിൻ്റെ മാക്സിമം, അത് ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം പെർസെൻറ്റേജ് ചോദിച്ചാൽ ബീമിനായാലും സ്ലാബിനായാലും എത്രയാണ്? 4% ഓഫ് ഗ്രോസ് സെക്ഷണൽ ഏരിയ. ഇതും നമ്മൾ പ്രീവിയസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 4% ഓഫ് ഗ്രോസ് സെക്ഷണൽ ഏരിയയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി 0.04 ഇൻറ്റു ഗ്രോസ് ഏരിയ ഓഫ് ദി സെക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചർ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ടു ബി യൂസ്ഡ്. ശ്രദ്ധിക്കുക, വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. M15, M25, അതുപോലെ തന്നെ M30, M35. ഇതിൽ ആൻസർ വരുന്നത് റീറ്റൈനിങ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ M25 ആണ്. ശ്രദ്ധിക്കുക, വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ M25 ആണ് വരുന്നത്. വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചർ M25. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a singly reinforced beam, the effective depth of the distance between its compression edge and ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീമാണ്. എഫക്റ്റീവ് ഡെപ്ത് എടുക്കുന്നത് എവിടെ മുതൽ എവിടെ എന്നുള്ള രീതി അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആൻസർ ചെയ്യാം. ടെൻസൈൽ എഡ്ജ് ആണോ, സെൻറ്റർ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ്, ലോജിറ്റ്യൂഡിനൽ സെൻറ്റർ ആക്സിസ്, വിച്ചെവർ ഈസ്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? സെൻറ്റർ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ്. അങ്ങനെ തന്നെ അല്ലേ വരുന്നത്? അങ്ങനെയല്ലേ വരുന്നത്? നമുക്ക് നോക്കാം. ഞാനൊരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ വരച്ചു. സോ അതിലെന്തും കൊടുത്തു? ന്യൂട്രൽ ആക്സിസും കൊടുത്തു. മേളിൽ കംപ്രഷൻ, താഴെ ടെൻഷൻ സോൺ. അതുപോലെ തന്നെ ഞാൻ സിംഗ്ലി റീൻഫോഴ്സ്ഡിൻ്റെ കേസല്ലേ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സിംഗ്ലി റീൻഫോഴ്സ്ഡ് ആകുമ്പോൾ ടെൻഷൻ സൈഡിൽ മാത്രമായിരിക്കും ബാസ് പ്രൊവൈഡ് ചെയ്യുക. സോ ചെയ്തു. അതിനൊരു സെൻറ്റർ കാണത്തില്ലേ? മാർക്ക് ചെയ്തു. ഈ ടോപ്പ് മുതൽ ഈ ബാറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞത്. ടോപ്പ് മുതൽ അതിൻ്റെ ബോട്ടം വരെയുള്ള ഡിസ്റ്റൻസാണ് ക്യാപിറ്റൽ ഡി ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ സെൻറ്റർ മുതൽ ബാക്കിയുള്ള പോർഷനെ നമ്മൾ D' എഫക്റ്റീവ് കവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്താണ്, D' എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കവറാണ്, അതുപോലെ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെപ്താണ് വരുന്നത്.
സോ അപ്പോൾ ആൻസർ ഇപ്പോൾ നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്? ഇതാ ക്വസ്റ്റ്യൻ ഇതല്ലേ, ഇങ്ങനെയല്ലേ ചോദിച്ചിരിക്കുന്നത്. ടോപ്പ് മുതൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ. ഇൻ എ സിംഗ്ലി റീൻഫോഴ്സ്ഡ് ബീം ദ എഫക്റ്റീവ് ഡെപ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് കംപ്രഷൻ എഡ്ജ്. ശ്രദ്ധിക്കുക, ഇത് കംപ്രഷൻ ആണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇവിടെ മുതലാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ കംപ്രഷൻ എഡ്ജ് മുതൽ കംപ്രഷൻ എഡ്ജ് ആൻഡ് എവിടം വരെ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെൻറ്റർ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ്, ഈ ഒരു ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്റർ വരെയാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The concrete below the neutral axis resist bending moment embedded the tensile steel both A and B, none of the above. നമുക്കറിയാം എന്താണ് embedded the tensile steel. കോൺക്രീറ്റ് എവിടെ? ന്യൂട്രൽ ആക്സിസിൻ്റെ ബിലോ പോർഷൻസ്, അവിടെ എന്താണ്? ടെൻസൈൽ സ്റ്റീലാണ് എംബഡ് ചെയ്യുന്നത്. 12th ക്വസ്റ്റ്യൻസ്. കമ്പയർ ടു 50 cm ക്യൂബ് സ്ട്രെങ്ത് 10 cm ക്യൂബ്. അപ്പോൾ 50 cm ക്യൂബ് സ്ട്രെങ്തും 10 cm ക്യൂബ് സ്ട്രെങ്തും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് ഏതാണ് കൂടുതലല്ലേ വരുള്ളൂ? കമ്പയർ ചെയ്യണം. 50 cm-നും 10 cm-നെയും കൂടെ കമ്പയർ ചെയ്യുന്ന വാല്യൂ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. കമ്പയർ ടു 50 cm ക്യൂബ് സ്ട്രെങ്ത് ഇൻ 10 cm ക്യൂബ് സ്ട്രെങ്ത് ഈസ് എന്താണ് വരുന്നത്? അപ്പോൾ നമുക്ക് അവിടുത്തെ ആൻസർ വരുന്നത് കൂടുതലാണ്, മോറാണ്. ഓക്കെ, അടുത്തത് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ശ്രിങ്കേജ് സ്ട്രെയിൻ. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കംപ്രസീവ് സ്ട്രെയിൻ അല്ല, ശ്രിങ്കേജ് സ്ട്രെയിൻ ആണ്. ആൻസർ 3 × 10⁻³ 3 × 10⁻⁴ 0.0035 0.002. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ് നമുക്ക് വരുന്നത്? 0.0003 അല്ലേ ടോട്ടൽ ശ്രിങ്കേജ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ട ഉടൻ എന്തിൽ വീഴല്ലോ? ഓപ്ഷൻ സിയിൽ വീഴരുത്. കാരണം ചോദിച്ചിരിക്കുന്ന ശ്രിങ്കേജ് സ്ട്രെയിൻ ആണല്ലത്, കംപ്രസീവ് സ്ട്രെയിൻ അല്ല. 14th ക്വസ്റ്റ്യൻ. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ വാട്ടർ ടാങ്ക്. നേരത്തെ റിട്ടേണിംഗ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു M25, ഇവിടെ ചോദിച്ചിരിക്കുന്ന വാട്ടർ ടാങ്ക് ആണ്. സോ M20 ആണ് വരുന്നത്, വാട്ടർ ടാങ്കിന് M20. അടുത്ത് പറയുന്നത് FCK ഡിറ്റർമൈൻഡ് ഫ്രം 150 ഡയ ആൻഡ് 150 ഹൈറ്റ് സിലിണ്ടർ. ആദ്യം പറഞ്ഞിരിക്കുന്നത് 150 ഡയയും 150 ഹൈറ്റും ഉള്ള സിലിണ്ടർ. അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നു? 150 ഡയ 300 ഹൈറ്റ് സിലിണ്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും വരുന്നത്? സ്ട്രെങ്ത് കൂടുതലായിരിക്കൂലേ? ചോദിക്കാനൊന്നുമില്ലല്ലോ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ FCK ഡിറ്റർമിൻഡ്, FCK ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തിൽ നിന്നാണ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? 150 ഹൈറ്റ് സിലിണ്ടർ, അത് കമ്പയർഡ് ടു 155 300 ഹൈറ്റ് സിലിണ്ടർ. അപ്പോൾ അതെന്തായാലും കൂടുതലായിരിക്കും. മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്പാൻഷൻ ജോയിൻറ്റ് ഇൻ കോൺക്രീറ്റ് ആസ് പെർ IS 456/2000 ഈസ്. കോഡിൽ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്യുന്നൊരു പോർഷനാണ്. എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് കൊടുക്കുന്നത്? ഓരോ 45 മീറ്റർ കഴിയുമ്പോഴും 1 2 2-ലധികമോ ഉള്ള എക്സ്പാൻഷൻ ജോയിൻറ്റ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ജോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 mm ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ദ അൾട്ടിമേറ്റ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് എബൌട്ട്. അൾട്ടിമേറ്റ് സ്ട്രെയിൻ ആണ്. ഇതും നമുക്ക് പഠിച്ച ആ ഒരു ക്വസ്റ്റ്യൻ്റെ റേഞ്ച് വെച്ച് തന്നെ നമ്മൾ എഴുതാൻ പറ്റും. ഓപ്ഷൻ എ ആണ് പറയുന്നത്. 0.3 to 0.5% ആണ് വരുന്നത്. Then maximum strain in the tension reinforcement in the section at failure shall not be less than option A 0.0027 plus 0.87 FY/S. അതും പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. 19th ക്വസ്റ്റ്യൻ. ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ഇൻ LSM. LSM മീൻസ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, 0.87 FY. ശ്രദ്ധിക്കുക, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്റ്റീലാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റീലിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും 0.87 FY. അടുത്തത് ഫോർ സ്റ്റീൽ ഓഫ് ഗ്രേഡ് FY 500 Nm/mm², ദ വാല്യൂ ഓഫ് XU_max/D. ഇത് നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചതാണ്, കാണാതെ പഠിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ്? ഇതേപോലെ തന്നെ പേജ് നമ്പർ 70 എങ്ങാണ്ട് IS 456 കൊടുത്തിട്ടുണ്ട്. അവിടെ മൈൽഡ് സ്റ്റീലായിട്ടുള്ള 250 എടുക്കുകയാണ് എങ്കിൽ 0.53 ആയിരിക്കും. പിന്നെ ഉള്ളത് അതിൽ കൊടുത്തിട്ടുള്ള 415 ആണ്. 415 0.48 ആണ്. പിന്നെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് 500 എന്ന് പറയുന്ന 0.46 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കാണാതെ പഠിച്ചേ പറ്റൂ. ഇതും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് വരുന്നത്? 500 ആണ്, 0.46. അതേ സെയിം തന്നെ താഴെ 250 ആണ് വരുന്നത്. ഇതിലെന്ന് എഴുതിക്കൂടെ 0.53. അടുത്ത് പറയുന്നത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ്. ടു ബി യൂസ്ഡ് എസ് LS ഓഫ് കൊളാപ്സ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫോർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ലിമിറ്റ് സ്റ്റേറ്റിൻ്റെ കൊളാപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5.
ഇനി ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ആണ് ചോദിക്കുന്നത്. അതും എന്തിൻ്റെ? സ്റ്റീൽ. ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്റ്റീൽ ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി ഈസ് എത്രയാണ് വരുന്നത്? സ്റ്റീലിൻ്റെത് 1 ആണ് വരുന്നത്. സർവീസിബിലിറ്റിയിൽ നമ്മൾ പറഞ്ഞു, സർവീസിബിലിറ്റി പഠിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് ആയിക്കോട്ടെ, സർവീസിബിലിറ്റി പഠിക്കുമ്പോൾ കോൺക്രീറ്റ് ആയാലും സ്റ്റീലായാലും 1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം കൊളാപ്സിലാണെങ്കിൽ കോൺക്രീറ്റ് 1.5ഉം സ്റ്റീലാണെങ്കിൽ 1.15 ആണ് വരുന്നത്. സ്റ്റീലാണെങ്കിൽ 1.15 ആണ് വരുന്നത്. 24th ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ IS 456. ഈ കർവ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ആ ഷേപ്പ്. Perfect straight line up to failure, straight up to 0.002 and parabolic up to failure, parabolic up to 0.002 and then uniform up to failure, linear up to 0.002 and uniform up to failure. ആൻസർ എന്താണ് വരുന്നത്? ഫസ്റ്റ് പാരാബോളിക് പോർഷൻ വരും, 0.002 വരെ പാരാബോളിക് പോർഷനിൽ വന്നിട്ട് പിന്നെ അത് യൂണിഫോമിലാണ് പോകുന്നത് ഫെയിലുവർ ആവുന്നവരെ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഗ്രാഫ് വന്നത്. ഗ്രാഫ് ഈ ഒരു രീതിയിൽ, ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ വന്നു, ഇതുവരെ എന്ത് ചെയ്തു, ഈ ഒരു പോർഷനാണ് 0.002, അതിനുശേഷം യൂണിഫോമായിട്ട് ആ ഫെയിലുവർ ഉണ്ടാകുന്നത് വരെ നമ്മൾ യൂണിഫോമായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാരാബോളിക് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ മിനിമം കവർ ഈസ് ടു ഇൻ എ സ്ലാബ് ഷുഡ് നെയ്തർ ബി ലെസ് ദാൻ ദി ഡയമീറ്റർ ഓഫ് ബാർ നോർ ലെസ് ദാൻ. എത്രയാണ് സ്ലാബിൻ്റെ, ചുരുക്കി പറഞ്ഞാൽ സ്ലാബിൻ്റെ മിനിമം കവർ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. 20 mm ആണ്. പണ്ടത്തെയൊക്കെ കോഡ് ബുക്ക് എടുക്കുകയാണെങ്കിൽ അത് 15 mm എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ റിവൈസ് ചെയ്ത സമയത്തൊക്കെ മാറിയിട്ടുണ്ട്. 20 mm ആണ് വരുന്നത്. കാരണം കൺസ്ട്രക്ഷൻ്റെ ഗ്രേഡ്സും ഒക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ലാബിൻ്റെ കവറിൽ നമ്മൾ വ്യത്യാസം കൊടുക്കുന്നത്. 20 mm. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ 20 ആയിരിക്കില്ല ചിലപ്പോൾ കാണുന്നത്, 15 mm ആയിരിക്കും. പക്ഷേ അതൊക്കെ PSC തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് റീൻഫോഴ്സിംഗ് ബാർ ആൻഡ് ദ സ്ലാബ് തിക്നെസ്, ഇതും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സ്ലാബ് തിക്നെസ് എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ തിക്നെസ് ഓഫ് സ്ലാബിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് എടുത്ത് പറയുന്നുണ്ട്. അത് എത്രയാണ്? 1/. ഈ സ്ലാബിൻ്റെ കേസിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ഡയ ഓഫ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മാക്സിമം ഡയ ഓഫ് റീൻഫോഴ്സ്മെൻറ്റ്. മാക്സിമം ഡയ ഓഫ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് ചോദിച്ചാലും നമ്മൾ എന്ത് എഴുതണം? തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 8. എന്താണ് മാക്സിമം ഡയ ഓഫ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് ചോദിച്ചാൽ തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 8ഉം അതുപോലെ തന്നെ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഇൻ കേസ് ഓഫ് ദി സ്ലാബ്, എന്താണ് അഗ്രിഗേറ്റിനെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 4ഉം ആണ്. അഗ്രിഗേറ്റിനെ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 4, റീൻഫോഴ്സ്മെൻറ്റിൻ്റെ മാക്സിമം ഡയ ആണ് ചോദിക്കുന്നതെങ്കിൽ തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 8. ഈ രണ്ട് വാല്യൂവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഓഫ് ദ ഡയമീറ്റർ ഓഫ് റീൻഫോഴ്സ്മെന്റ് ബാർ ആൻഡ് ദ സ്ലാബ് തിക്നെസ് ഈസ് 1/8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെന്റ് ഇൻ കേസ് ഓഫ് സ്ലാബ്സ് വെൻ ഹൈ സ്ട്രെങ്ത് ഡിഫോമബിൾ ബാർ ആർ യൂസ്ഡ് ഈസ് നോട്ട് ലെസ് ദാൻ. ഇതും കോഡിൽ അതുപോലെ മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ്. പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് സ്ലാബിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് സ്ലാബ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതും എന്തിൻ്റെ? HYSD ബാർ, ഹൈ സ്ട്രെങ്ത് ഡിഫോമബിൾ ബാറിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻസ് എന്താ വരുന്നത്? 0.15, 0.12, 0.3, 0.1. ഇതിൽ ആദ്യത്തെ എയും ബിയും ആയിരിക്കും നമുക്ക് ഡൗട്ട് തോന്നുന്നത്. കാരണം എയും ബിയും ആണ് മൈൽഡ് സ്റ്റീലിൻ്റെതും അതുപോലെ തന്നെ HYSD എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിൽ വരുന്ന സമയത്ത് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 0.15% ഓഫ് ഗ്രോസ് ഏരിയയും HYSD ബാർ എന്ന് പറയുന്നത് 0.12% ഓഫ് ഗ്രോസ് ഏരിയയാണ് വരുന്നത്. 0.12% ഓഫ് ഗ്രോസ് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ മൈൽഡ് സ്റ്റീൽ 0.15% ഓഫ് ഗ്രോസ് ഏരിയയും HYSD ബാർ 0.12% ഓഫ് ഗ്രോസ് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരുന്നത്? HYSD ബാർ ആണ് വന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 0.12, ഓപ്ഷൻ ബി. The next question. The slab is designed as one way if the ratio of long span to short span is. എങ്ങനെയായിരിക്കും? നമ്മൾ സ്ലാബ് 1 വേ ആണോ 2 വേ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ ഇതിന് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. LY/LX ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് 1 വേ. ഓക്കെ, LY എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലോങ്ങർ സ്പാൻ ആണ് വരുന്നത്. LY എന്ന് പറയുന്നത് ലോങ്ങർ സ്പാൻ ആണ്.
എൽ എക്സ് എന്ന് പറയുന്നത് ഷോർട്ടർ സ്പാൻ ആണ്. എൽ എക്സ് ഷോർട്ടർ സ്പാൻ ആണ്. എൽ എക്സ് എന്ന് പറയുന്നത് ഷോർട്ടർ സ്പാൻ ആണ് വരുന്നത്. സോ എൽ വൈ ബൈ എൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2 ആണ് എങ്കിൽ അത് 1 വേ സ്ലാബും, അതുപോലെ ലെസ് ദാൻ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ അത് 2 വേ സ്ലാബുമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 1 വേ സ്ലാബ് ആയിരിക്കും. ഓക്കെ, അടുത്ത് പറയുന്ന മാക്സിമം പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് ഇൻ കേസ് ഓഫ് സ്ലാബ് ഈസ് ലിമിറ്റഡ് ടു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 4% ഓഫ് ഗ്രോസ് ഏരിയ. സോ ആൻസർ 4. അക്കോർഡിംഗ് ടു IS 456/2000 മിനിമം സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ ഷോർട്ട് കോളം. നമ്മളിപ്പോൾ സ്ലാബിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോളം പഠിച്ച സമയത്ത് കോളത്തിനും ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ LY/LX ആണെങ്കിൽ കോളം പഠിക്കുന്ന സമയത്ത് സ്ലെൻഡർനെസ് റേഷ്യോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോയിൽ 12 എന്ന് പറയുന്ന ഒരു നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഷോർട്ടാണോ ലോങ് ആണോ എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് പെഡസ്ട്രൽ എന്നാണ്. എന്താണ്? പെഡസ്ട്രൽ. ലാംഡ അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ പെഡസ്ട്രൽ ആയിരിക്കും. അതൊരു കംപ്രഷൻ മെമ്പറാണ്. ലാംഡ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ അത് കോളം. ഇനി അത് ഏത് കോളം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാംഡ ഈസ് ലെസ് ദാൻ 12. എങ്ങനെയാണ്? ലാംഡ ഈസ് ലെസ് ദാൻ 12 ആണെങ്കിൽ ഷോർട്ട് കോളം. ലാംഡ ലെസ് ദാൻ 12 ആണെങ്കിൽ ശ്രദ്ധിക്കാം, ലാംഡയുടെ വാല്യൂ ഈസ് ലെസ് ദാൻ 12 അല്ലെങ്കിൽ ലാംഡയുടെ വാല്യൂ 3ക്കും 12നും ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് കോളം എന്ന് പറയാം, അല്ലെങ്കിൽ 12നേക്കാളും കുറവ്. ലാംഡയുടെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 12 ആണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ലോങ് കോളം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ് വരുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഷോർട്ട് കോളം ആണ്. അപ്പോൾ എന്താണ്? ലെസ് ദാൻ 12 ആണ് വരുന്നത്. ഷോർട്ട് കോളം ആണെങ്കിൽ ലെസ് ദാൻ 12 ആണ് വരുന്നത്. ഫോർ എ ലോഞ്ചിറ്റ്യൂഡിനൽ reinforcing bar in column, the minimum cover shall be neither be less than the diameter of bar nor less than. എത്രയാണ് കോളത്തിൻ്റെത്? അതൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 40 mm ആണ്. അപ്പോൾ നമ്മളിത് സ്ലാബിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു 20 mm ആണ്. ഇതിപ്പം കോളത്തിൻ്റെത് 40 mm. അക്കോർഡിംഗ് ടു IS 456/2000 ദ മാക്സിമം റീൻഫോഴ്സ്മെൻറ്റ് ഇൻ എ കോളം. കോളത്തിൻ്റെ മാക്സിമം റീൻഫോഴ്സ്മെൻറ്റ് അതും നമ്മൾ സ്ലാബിലും ബീമിലും ഒക്കെ പഠിക്കും പോലെ മാക്സിമം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിൽ മിനിമം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് 0.8% ഓഫ് AG ആണ് വരുന്നത്. മിനിമം എന്ന് പറയുന്നത് 0.8% ഓഫ് AG ആണ്. മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 6% ആണ് വരുന്നത്. അതുപോലെ നമ്മൾ മിനിമം ഡയ എന്ന് വെച്ചാൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ എത്രയെന്ന് ചോദിച്ചാൽ അത് 12 mm ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പെഡസ്ട്രലിൻ്റെ കേസ് പറഞ്ഞില്ലേ? അപ്പം മിനിമം പെർസെൻറ്റേജ് പെഡസ്ട്രലിന് കൊടുക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 0.15% ഓഫ് ഗ്രോസ് ഏരിയ ആണ് പറയുന്നത്. 0.15% ഓഫ് ഗ്രോസ് ഏരിയ. അതെന്താണ്? മിനിമം പെർസെൻറ്റേജ് ഓഫ് റീൻഫോഴ്സ്മെൻറ്റ് ഇൻ കേസ് ഓഫ് പെഡസ്ട്രൽ ആണ് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? മിനിമം cross sectional area of longitudinal reinforcement in a column 0.8%. Spacing of longitudinal bars measured along the periphery of column should not exceed 300 mm. Reinforcing bar in a column should not less than 12 mm dia. The number of longitudinal bars provided in a circular column should not be less than 4. Question: which of the following statement is? ഇതിൽ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്തത് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് വേറൊന്നുമല്ല. ഏതാണ് പറയുന്നത്? ദ നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് പ്രൊവൈഡഡ് ഇൻ എ സർക്കുലർ കോളം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4. ബാക്കിയെല്ലാം ഉള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കറക്റ്റ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മാത്രമാണ്. ഓപ്ഷൻ ഡി ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഓരോന്നിനും കൊടുക്കേണ്ടത് അറിഞ്ഞിരിക്കണം. നമ്മൾ സർക്കുലാറിന് ഇപ്പോൾ 4 എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കുലാറിന് എത്രയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ? നോർമലി സർക്കുലാറിന് നമ്മൾ കൊടുക്കുന്നത് 4 ആണ്. സ്ക്വയറിനും നമ്മൾ 4 ആണ് കൊടുക്കുന്നത്. അതുപോലെ റെക്റ്റാങ്കിളിന് നമ്മൾ കൊടുക്കുന്ന 6 ആണ്. ഓക്കെ, ഇത് മാറിപ്പോയി. സർക്കുലാറിന് 6 ആണ്. കാരണം നമ്മുടെ ആൻസറിൽ തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ 4 എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ ഇതിലോട്ട് മാറിപ്പോയത്. അപ്പോൾ സർക്കുലാർ 6 ആണ് വരുന്നത്. ശ്രദ്ധിക്കുക,
സർക്കുലാർ എത്രയാണ് വരുന്നത്? 6ആണ്. ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4ആണ്, അതാണ് തെറ്റിയത്. അപ്പോൾ സർക്കുലാർ 6ആണ്, സ്ക്വയർ 4ആണ്. അതുപോലെ തന്നെ നമുക്കതിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് അടുത്തത് ഹെക്സഗണും ഒക്ടഗണലുമാണേ. നമ്മുടെ റെക്റ്റാങ്കിൾ 4, ഹെക്സഗണ് 6, ഒക്ടഗണൽ 8. ഓക്കെ, അതൊന്നുകൂടെ പറയാം. ആദ്യത്തെ സർക്കുലാറാണ്, അതിൽ മിനിമം നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് എന്ന് പറയുന്നത് 6ആണ് വരുന്നത്. റെക്റ്റാങ്കിൾ ആണെങ്കിൽ അത് 4ആണ്, സ്ക്വയർ ആണെങ്കിലും 4ആണ്, ഹെക്സഗൺ ആണെങ്കിൽ 6ഉം ഒക്ടഗൺ ആണെങ്കിൽ 8ഉമാണ് വരുന്നത്. ഒക്ടഗൺ ആണെങ്കിൽ 8ഉമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരുന്നു? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 34th ക്വസ്റ്റ്യൻ. minimum pitch of transverse reinforcement in a column. The least lateral dimension of the member 16 times the smallest diameter of longitudinal reinforcement bar to be tied, lesser of the above 3 values. നമുക്കിവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ആദ്യത്തെ രണ്ടെണ്ണം ശരിയാണ്, നമുക്ക് എന്തായാലും കൺഫേം ആണ്. സോ അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത് lesser of the above 3 values. ഓക്കെ, next 35th question. What is the ratio of the strength of material to be permissible stress is called? എന്തെന്നാണ് പറയുന്നതെന്നാണ് 35th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഫാക്ടർ ഓഫ് സേഫ്റ്റി.